അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. പുളി, മഞ്ഞൾ, കടുക്, ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു 4 ചെറിയ ഉള്ളി, ഒരു ഫുൾ വെളുത്തുള്ളി, വെളിച്ചെണ്ണ, കായപ്പൊടി, 2 ശർക്കര, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണാക്കിയത്, പിന്നെ ജീരകം, ചെറിയ ജീരകം. ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ. അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച് ഇഞ്ചി, ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. 4 എണ്ണമാണ് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പച്ചമുളക്, ഒരു ഫുൾ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരണം. നല്ലവണ്ണം ഒന്ന് മൂത്തിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നോ പുളി, അത് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമുക്ക്. അപ്പോൾ ഇഞ്ചിയും എല്ലാം ഒന്ന് നല്ല മൂത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ പുളിവെള്ളം. അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പ് കേട്ടോ, ഉപ്പ് നോക്കിയിട്ടിടണം. ഇനി അതിലേക്ക് ശർക്കര ഇട്ടിട്ട് നല്ലവണ്ണം തിളപ്പിക്കാം. അടുപ്പിൽ വെച്ച കൂട്ട് തിളയ്ക്കുമ്പോഴേക്കും ജീരകവും ഉലുവയും 1/4 ടീസ്പൂൺ കടുകും കൂടി നമുക്ക് വറുത്ത് പൊടിച്ച് വെക്കാം. അതിലിടാൻ വേണ്ടിയിട്ടാണ്. ഈ 3 എണ്ണം കൂടി പൊടിക്കണം. ഉലുവയും ജീരകവും പിന്നെ കടുകും. എന്നിട്ടൊന്ന് നല്ലവണ്ണം ചൂടാക്കിയിട്ട് പൊടിക്കാം. നല്ലവണ്ണം പുളി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച കൂട്ട് ഇത് ഇടാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടാം. പുളിയിലേക്കുള്ള വറവ് തയ്യാറാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇടണം. വറ്റൽമുളക്, കറിവേപ്പില. അപ്പം അതിലേക്ക് നമുക്ക് വറവിടാം. വറവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. അടുത്ത വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.